എന്തായാലും സംസ്ഥാനത്ത് ട്രെയിൻ യാത്ര സുരക്ഷിതമോ എന്ന ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. പാർവതി എനിക്കൊപ്പം തുടരുന്നുണ്ട്. പാർവതി നേരത്തെ പറഞ്ഞു വന്നത് ഒരു AC കമ്പാർട്ട്മെൻറ്റിൽ ഭർത്താവിനൊപ്പം യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണ്. യഥാർത്ഥത്തിൽ പാർവതിനെ പരാമർശിച്ചു. എത്ര കണ്ട് അതിനേക്കാൾ മോശപ്പെട്ട സാഹചര്യമായിരിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുക. ചിലപ്പം യാത്ര ആരംഭിക്കുമ്പോൾ ഒരു ആൾക്കൂട്ടം കൂടെ ഉണ്ടാവാം. പക്ഷേ വഴിമധ്യേ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം തനിച്ച് അല്ലെങ്കിൽ ചുരുങ്ങിയ ആളുകളൊക്കെ യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ ആക്രമിക്കപ്പെടാൻ നിരവധി സാധ്യതകളുണ്ട്. അപ്പം ട്രെയിൻ യാത്ര ഒട്ടും സുരക്ഷിതമല്ല എന്ന സാഹചര്യം നമ്മൾ വർഷങ്ങളായി ആവർത്തിക്കുന്ന അതേ സാഹചര്യം ഇപ്പോഴും റെയിൽ യാത്രയിൽ ഉണ്ട് എന്നതാണോ എൻ്റെ വസ്തുത? സജിത്ത്, ഈ ഓരോ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴും സ്ത്രീ സുരക്ഷാ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, സുരക്ഷ കൂട്ടുമെന്ന് പറയുന്നു. പക്ഷേ ഇതൊന്നും പലപ്പോഴും യാഥാർത്ഥ്യമായി കാണുന്നില്ല. കൂടിപ്പോയാൽ 1, 2, 3 ആഴ്ച അവർ കൂടുതൽ പോലീസിനെ ഇടും. പാസഞ്ചർ കോച്ചിൽ ലേഡീസ് കമ്പാർട്ട്മെൻറ്റുകളിൽ 2 പോലീസുകാർ മിനിമം വേണമെന്നാണ് ചട്ടം. പക്ഷേ ഇതുണ്ടാവാറില്ല. പലപ്പോഴും തിരക്കുള്ള ട്രെയിനുകളിൽ വൈകിട്ട് പോകുന്ന വഞ്ചിനാട്, ഇൻ്റർസിറ്റി തുടങ്ങിയ ട്രെയിനുകളിലൊക്കെ 2 പോലീസുകാരെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ 6 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നെടുത്ത് കൊല്ലത്ത് 8 മണിയോടുകൂടി എത്തുന്നൊരു ട്രെയിനുണ്ട്, പാസഞ്ചർ ട്രെയിൻ. ഇതിൽ പലപ്പോഴും പോലീസിൻ്റെ സേവനം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ ചിറയൻകീഴ് വരെയാണ്. അതായത് പകുതി സ്റ്റേഷൻ പോലും ഇവരുടെ സേവനം പിന്നിടുന്നില്ല. ചിറയൻകീഴ് ഇറങ്ങി ഇവർ അടുത്ത ട്രെയിനിൽ കയറി അവരുടെ ഹോം സ്റ്റേഷനിലേക്ക് മറ്റോ പോവുകയാണ് ചെയ്യാറ്. ഈ ചിറയൻകീഴ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ പലപ്പോഴും വിജനമാണ്. കാരണം കൊല്ലം വരെ മാത്രമുള്ള ഹ്രസ്വദൂര ട്രെയിനാണിത്. അപ്പോൾ വർക്കലയൊക്കെ പിന്നിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കോച്ചിൽ 1, 2 യാത്രക്കാർ, അല്ലെങ്കിൽ പലപ്പോഴും ലേഡീസ് കോച്ചിൽ ഇരിക്കുന്ന സ്ത്രീകൾ ഇറങ്ങി മറ്റ് കോച്ചുകളിൽ പോയി ഇരിക്കേണ്ട ഗതികേടാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെയാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ വരുന്ന പാസഞ്ചർ ട്രെയിനുകൾ. ഞായറാഴ്ച വൈകിട്ടാണെങ്കിൽ ഈ പാസഞ്ചർ ട്രെയിൻ ഇത് പറയേ വേണ്ട, സെക്യൂരിറ്റി ഉണ്ടാകാറേ ഇല്ല. പലപ്പോഴും ഞാനടക്കമുള്ള ആൾക്കാർ ഈ കോച്ച് മാറി ആളുണ്ടോ ഇല്ലെങ്കിൽ മാറിക്കയറാം എന്ന് വിചാരിച്ച് അങ്ങനെ മാറിക്കയറി തന്നെയാണ് യാത്ര ചെയ്യാറ്. ഈ നമ്മൾ പലപ്പോഴും റെയിലിൻ്റെ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളൊരു കാര്യം, ട്രെയിൻ യാത്ര ഒട്ടും സുരക്ഷിതമല്ല ചില സാഹചര്യങ്ങളിലെങ്കിലും എന്ന് പൊതുവേ പറയാറുണ്ട്. പക്ഷേ പലപ്പോഴും ഈ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളെ നേരിടാൻ ഒരു കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റവും പിന്നീട് ഉണ്ടായിട്ടില്ല എന്ന വസ്തുത കൊണ്ടില്ല. ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. നേരത്തെ അദ്ദേഹം പരാമർശിച്ചതുപോലെ ഈ ട്രെയിൻ മദ്യപ സംഘങ്ങളുടെ കേന്ദ്രമായി മാറുന്നുണ്ടോ? കാരണം ട്രെയിൻ യാത്രക്കിടയിൽ മദ്യം കഴിക്കരുതെന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഈ ട്രെയിൻ യാത്രക്കിടയിൽ മദ്യം കഴിച്ചിരുന്നു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ കൃത്യമായ നിർദ്ദേശം റെയിൽവേ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴും നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പുറത്തു നിന്നും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഘം ആളുകൾ അവിടേക്ക് വരുന്നു. ഇത് ഒരു അവരുടെ ഒരു പ്രൈവസി കേന്ദ്രമായി ഇതിനെ മാറ്റുന്നു. പിന്നെ ഇവരുടെ ഇടപെടൽ പലപ്പോഴും സ്ത്രീകൾക്ക് നേരെയോ അല്ലെങ്കിൽ മറ്റ് യാത്രക്കാർക്ക് നേരെയോ ഉണ്ടാകുന്നു എന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ പൊതുവിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ ഇടപെടലിനപ്പുറം ഈ മദ്യം കഴിച്ച് ഇത്തരം ആക്ടിവിറ്റികൾ നടത്താൻ പറ്റുന്ന ഒരു ഇടമായി കൂടി റെയിൽവേ സെലക്ട് ചെയ്യുന്നു ചിലരെങ്കിലും. അത് റെയിൽവേ അതിന് അറിഞ്ഞോ അറിയാതോ അതിന് സാഹചര്യം ഒരുക്കുന്നു എന്നൊരു വിഷയം കൂടി ഉണ്ടോ പറഞ്ഞതിൻ്റെ? സജിത്ത്, ഞാൻ എൻ്റെ അനുഭവം നേരത്തെ പറഞ്ഞ കാര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആ 2 യുവാക്കൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. 1, 2 കേസുകൾ അവരുടെ പേരിലുള്ളതാണ്. അത് മയക്കുമരുന്ന് അടക്കമുള്ള കേസുകളിൽ പ്രതികളായവരാണ് അവർ. നമുക്കൊരു പക്ഷേ തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം അവരും ടിക്കറ്റ് റിസർവ് ചെയ്ത് സാധാരണ യാത്രക്കാരെ പോലെ വരുന്നവരാണ്. പക്ഷേ പിന്നീട് ഈ സംഭവം ഉണ്ടായ ശേഷമാണ് മനസ്സിലാകുന്നത് ഇവർ മറ്റ് കോച്ചുകളിലെ സ്ത്രീകളെയും ഇതുപോലെ ശല്യം ചെയ്തിരുന്നു എന്നുള്ളത്. അത് അവർ പിന്നീടാണ് പറഞ്ഞത്. കാരണം അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, കോഴിക്കോട് വരെ ഒറ്റയ്ക്ക് പോകേണ്ടതുണ്ട്, ആരോട് പറഞ്ഞാൽ ഇവർ പ്രശ്നമാക്കുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥരോട് പറയാമെങ്കിലും അവർക്കിത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം. പക്ഷേ ഇങ്ങനെയുള്ള യാത്രക്കാരെ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രത്ത് അനലൈസർ വെച്ചോ അങ്ങനെയൊന്നും പരിശോധിക്കാൻ ഉള്ളൊരു സംവിധാനമുണ്ടോ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ എങ്ങനെ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ അറിയില്ല. നമ്മളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളതാണ്. പിന്നീട് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പ്രതികരിക്കേണ്ടതിരുന്നോ അല്ലെങ്കിൽ കാരണം ഈ ദിവസങ്ങൾ കോടതി കയറി ഇറങ്ങണം, ഇതിന് കേസുകൾ സ്റ്റേറ്റ്മെൻറ്റുമായി നടക്കണം. പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പൊരുത്തക്കേടുകൾ വരുന്നു. നടന്ന സംഭവം പറയുമ്പോൾ പലപ്പോഴും അത് FIRലില്ല. അപ്പോൾ എനിക്കതിൽ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ FIR ഇട്ടതിൽ പോലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് പലപ്പോഴും പിഴവുകൾ സംഭവിച്ചു. അവർ ലൈറ്റായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു. സജിത്ത്, പാർവതി പറഞ്ഞതാണ്, ഞാൻ ചോദിക്കാനിരുന്നത് തന്നെയാണ്. ഈ പലപ്പോഴും ചിലരെങ്കിലും യാത്രയിൽക്കിടയിൽ ഉണ്ടാകുന്ന പല അനുഭവങ്ങളായതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാവില്ല. കാരണം എനിക്ക് അതിനേക്കാൾ ഗൗരവമുള്ള മറ്റൊരു ലക്ഷ്യമുണ്ട്, മറ്റൊരിടത്ത് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അത് പരാതി പറയേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ഒരു കണക്കെടുത്ത ഒരു പക്ഷേ ഉണ്ടാവുന്ന സംഭവങ്ങളുടെ ഒരു ചെറു അംശം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും.
പലപ്പോഴും ഇപ്പം ഞാൻ തന്നെ ഒരു പക്ഷേ അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അത്രയും പ്രതികരിക്കില്ലായിരുന്നു. ഞാൻ ഒരു പക്ഷേ ആളുള്ളിടത്തേക്ക് മാറിയിരിക്കുകയോ അവരോട് മറുപടി പറഞ്ഞിട്ട് പോലീസിനെ ഒന്നും അറിയിക്കാതിരിക്കുകയോ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയതും അവർ പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റിയതും. പിന്നീട് എനിക്ക് തോന്നി ഒരുപക്ഷെ ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപാട് സ്ത്രീകളെ അന്ന് അവരെ ആ മോശം രീതിയിൽ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ സഭ്യ കമൻറ്റുകൾ പറയുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മൾ പരാതിപ്പെട്ട അതിൻ്റെ സങ്കീർണത അതിഭയങ്കരമാണല്ലോ. കാരണം പലപ്പോഴും ആദ്യ പരാതിയുടെ സമയത്ത് ഇതിൻ്റെ പ്രശ്നം അറിയില്ല. ഒരുപക്ഷെ ഇത് പരാതിപ്പെടാനിരിക്കുന്നവരെ പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഒരു പരിമിതിയാണ് പറയുന്നത്. പലപ്പോഴും പരാതിപ്പെടുന്ന ആൾ തന്നെ പിന്നെ അറിഞ്ഞോ അറിയാതെയോ പ്രതിയാക്കപ്പെടുന്നു എന്ന പൊതു സാഹചര്യം നമുക്കുണ്ട്. പാർവതിയുടെ അനുഭവം അങ്ങനെ തന്നെയാണോ ഉണ്ടായിരുന്നത്? ഞാൻ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഒന്ന് ഇവരെ പിടിക്കാൻ വന്ന പോലീസുകാരെ ഇവരെ ഉപദ്രവിച്ച കേസുണ്ടായിരുന്നു. അതിലിപ്പോൾ സാക്ഷിയായിട്ടാണ് ഞാൻ കോടതിയിൽ പോവുകയും പലവട്ടം പോവുകയും എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ കേസ് ഞാനുമായി ബന്ധപ്പെട്ട എന്നെയും ഹസ്ബൻഡിനെ ആക്രമിച്ച കേസ് ഇനി കോടതിയിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. ഇനി അതിനുണ്ടാകുന്നൊരു കാലതാമസമുണ്ട്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ അന്നൊരു കേസ് വന്നു. അപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ ഇത്തരം കേസുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായ കേസുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയ സഹായകമാകുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സൈത്ത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും നമ്മുടെ ട്രെയിൻ യാത്ര എത്ര കണ്ട് സുരക്ഷിതമോ എന്ന വളരെ പ്രസക്തമായ വിഷയം കൂടിയാണ് നമുക്ക് മുന്നിലുണ്ട്. മുമ്പുണ്ടായ പല അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മൾ മാധ്യമങ്ങളടക്കം പൊതുവിൽ ഞങ്ങളടക്കം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ ഇടപെടുന്നവർ ചില ഉറപ്പുകൾ പങ്കുവെക്കുന്നു എന്നതിനപ്പുറത്തേക്ക് പിന്നീടൊന്നും സംഭവിക്കുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ ആരും ബോധപൂർവമായിരിക്കില്ല. പക്ഷേ നമ്മുടെ ഈ പൊതുവിടങ്ങൾ എത്ര കണ്ട് സുരക്ഷിതമാവണം എന്ന ചോദ്യമാണ്. പ്രത്യേകിച്ച് ട്രെയിൻ യാത്ര, ഒറ്റപ്പടി ഇടങ്ങളിലൂടെയൊക്കെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത എത്ര കണ്ട് വലുതാണ് എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പാർവതി, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ഈ ട്രെയിൻ യാത്രയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിനൊരു കാരണം നമുക്കറിയാം. ഈ ട്രെയിൻ പലപ്പോഴും രാത്രി സമയങ്ങളിൽ, വൈകിയ സമയങ്ങളിൽ പല കമ്പാർട്ടുകളും മറ്റുകളും ഒഴിഞ്ഞ അവസ്ഥയിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരം അക്രമ ലക്ഷ്യവുമായി എത്തുന്നവർക്ക് സാധ്യതകൾ കൂടുതലാണ്. മറ്റൊന്ന്, ട്രെയിൻ കടന്നു പോകുന്ന ഇടങ്ങൾ, വലിയ ഒറ്റപ്പെട്ട ഇടങ്ങൾ, കാട് മൂടിയ പ്രദേശങ്ങൾ, ഇത്തരം വലിയ സാധ്യതകളുണ്ട്. അപ്പം ഇന്നലെ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ അനുഭവം നോക്കൂ. ആ മെമ്മു ലോക്കോ പൈലറ്റ് കാണിച്ച വലിയ വിവേചനം, അല്ലെങ്കിൽ അദ്ദേഹം കാണിച്ച വലിയ സമയത്തെ ഒരു ഇടപെടൽ, അതാണ് ആ കുട്ടിയുടെ ജീവൻ ഇപ്പോൾ രക്ഷപ്പെടുന്നു എന്ന തോന്നൽ പോലും ഉണ്ടാവുന്ന ഭേദപ്പെട്ട വാർത്തകൾ പോലും പുറത്തു വരുന്നതിന് കാരണം. അപ്പം ഈ ട്രെയിനിൻ്റെ പൊതു സാഹചര്യമാണോ ഈ ഇത്തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നത്? സരിത, ഈ വാർത്ത ശരിക്കും കേട്ടപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഒരു കേരള എക്സ്പ്രസിൻ്റെ സമയം നേരത്തെ ഉച്ചയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്നൊരു ട്രെയിനായിരുന്നു. പക്ഷേ ഇപ്പോൾ പലപ്പോഴും അത് വളരെ ലേറ്റായി വരുന്നൊരു ട്രെയിനാണ്. കാരണം ഡൽഹിയിൽ നിന്നത് തിരുവനന്തപുരം വരെ എത്തണം. പലപ്പോഴും പുലർച്ചെ 2 മണി, 3 മണി, 4 മണി സമയത്തൊക്കെ മൺസൂൺ കാലയളവിലൊക്കെ അത് കാണാറുണ്ട്. പക്ഷേ കേരള എക്സ്പ്രസ് ആണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായത് അതിൽ ആൾ കുറവായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ദീർഘദൂരം തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന ട്രെയിനുകളിൽ യാത്രക്കാർ ഇറങ്ങി വരുന്നൊരു ട്രെയിനിൽ അല്ലെങ്കിൽ വേണാട് പോലെ ഉദ്യോഗസ്ഥരൊന്നും വരുന്ന അത്ര തിരക്കേറിയ ട്രെയിനല്ല. കാരണം ഈ അസമയത്ത് വരുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ കുട്ടികൾക്ക് ആരായിരിക്കും സഹായത്തിന് ഉണ്ടായിരുന്നതെന്ന് എനിക്കൊരു ആശങ്ക തോന്നിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ വർക്കലയ്ക്കും കടയ്ക്കാവിനും ഇടയിലുള്ളൊരു സ്ഥലത്താണ് ഈ കുട്ടിയെ തള്ളിയിട്ടതെന്ന് കണ്ടു. കാരണം എനിക്ക് നല്ല പരിചിതമായ സ്ഥലമാണത്. അതുകൊണ്ട് തന്നെയാണ് വളരെ വിജനമായ കാടുള്ള ആളൊഴിഞ്ഞ പ്രദേശമാണ്. ഒക്കെ ഈ കായലും മറ്റും കണ്ടലും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഒരുപക്ഷെ തീർച്ചയായിട്ടും ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ കൃത്യമായ ഇടപെടൽ തന്നെയാണ് ഒരു അപകടം, വലിയ ഒരു അപകടം നമുക്ക് ഒഴിവായതെന്ന് തന്നെ പറയാൻ പറ്റും. യെസ്, അതാണ് സാഹചര്യം. പാർവതി സൂചിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദീർഘദൂര ട്രെയിനുകൾ കേരളത്തിലേക്കുള്ള മടക്ക യാത്ര അവസാനിപ്പിക്കുന്ന ഇടം തിരുവനന്തപുരമാണ്. നല്ലൊരു ശതമാനം ട്രെയിനുകളും തിരുവനന്തപുരം, തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തി അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തും തോറും ആളൊഴിഞ്ഞ കോച്ചുകൾ വ്യാപകമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെൻറ്റുകളൊക്കെ ആ തരത്തിൽ ഇത്തരം അതിക്രമ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആ പ്രദേശത്ത് സുരക്ഷ വേണം. യാത്രക്കാരും പൊതുവിൽ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത കാട്ടണം എന്ന് ഓർമ്മപ്പെടുത്തുക കൂടി നമുക്കുണ്ടാകുന്നുണ്ട്. എഫ്ഐആറിന് കൂടുതൽ വിവരങ്ങൾ കൂടി സുരേഷ് കുമാറിനെതിരായ എഫ്ഐആറിൻ്റെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ആ എഫ്ഐആറിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ആവലാതിക്കാരിയുടെ സുഹൃത്തായ ശ്രീകുട്ടി ആവലാതിക്കാരിയുമൊത്ത് കേരള എക്സ്പ്രസ്സിലെ SLR കോച്ചിൽ വാതിൽ ഭാഗത്ത് നിന്ന് യാത്ര ചെയ്യവേ കോച്ചിൽ യാത്ര ചെയ്തിരുന്ന പ്രതി വാതിൽ ഭാഗത്തെത്തിയ സമയം ശ്രീകുട്ടി മാറിക്കൊടുത്തില്ല എന്നുള്ളതിനാൽ ആ വിരോധത്തിൽ പ്രതിക്ക് ശ്രീകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ആവലാതിക്കാരിയെയും കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആവലാതിക്കാരിയും സുഹൃത്തായ ശ്രീകുട്ടിയും ആലുവയിൽ നിന്നും കേരള എക്സ്പ്രസ്സിലെ കമ്പാർട്ട്മെൻറ്റിൽ കയറി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തു വരുവേ വർക്കല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഏകദേശം 8 മണി കഴിഞ്ഞ സമയത്ത് വാതിൽ ഭാഗത്തെത്തിയപ്പോൾ വാതിൽ ഭാഗത്തേക്കായിരുന്ന ശ്രീകുട്ടി മാറിക്കൊടുക്കാത്തതിനാൽ
ചെയ്യാൻ പ്രവൃത്തിയിൽ മരണം സംഭവിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നടുവിന് ചവിട്ടി ഓടിക്കൊണ്ടിരുന്ന ട്രെയിന് പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് ഈ എഫ്ഐആർ കൃത്യമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. അതായത് നേരത്തെ ഡാൻ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഉള്ളടക്കം അങ്ങനെ തന്നെയാണ് ഉൾപ്പെടുന്നത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇനി എന്താണ് പോലീസിന്റെ നീക്കം? എന്താണ് ഈ സുരേഷ് കുമാറുമൊത്തുള്ള തെളിവെടുപ്പ് ഉണ്ടാവണം, മറ്റു നടപടിക്രമങ്ങൾ ഉണ്ടാവണം. ഒരു കാര്യം കൂടി, സുരേഷ് കുമാറിന്റെ മുൻകാല ഇടപെടലുകൾ, ഇദ്ദേഹം കോട്ടയത്ത് പോയി മറ്റെന്തോ ആവശ്യത്തിന് പോയി മടങ്ങി വരികയാണെന്നാണല്ലോ ആദ്യം കേട്ട വാർത്തകൾ. അങ്ങനെയെങ്കിൽ ഇയാളുടെ ഇടപെടലുകൾ എന്തായിരുന്നു? മുൻകാലങ്ങളിലും സമാനമായ പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നുണ്ടോ? പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇന്നലെ RPFന്റെ തിരുവനന്തപുരത്തെ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. അവിടെ എത്തിച്ചാണ് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുകയും ആദ്യഘട്ടത്തിൽ പരസ്പര വിരുദ്ധമായ മറുപടി നൽകി